നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു വെറൈറ്റി ഫിഷ് റെസിപ്പിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ മീൻ പൊരിച്ചിട്ടും കഴിച്ചിട്ടുണ്ടാവും, കറി വെച്ചിട്ടും കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ മീനിനെ പൊരിച്ച് കറി വെച്ച് കഴിക്കാൻ പോവുകയാണ്. അതാണ് നമ്മുടെ പൊരിച്ച മീൻ പാൽക്കറി. എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പം നിങ്ങൾ ഇതിനു വേണ്ടി ഏത് മീൻ വേണമെങ്കിലും എടുത്തോ. ഞാൻ ലുലു എന്ന് കണ്ട പേരറിയാത്തൊരു മീനാണ് വാങ്ങിച്ചത്. പക്ഷേ മീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഞാൻ ഇതിലോട്ട് പെപ്പറാണ് കൂടുതൽ എടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഓഫ് പെപ്പർ എടുക്കുന്നുണ്ട്. നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നേ ഇല്ല. അതേപോലെ തന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ മീൻ 1 ടീസ്പൂൺ ഉപ്പ് ധാരാളമാണ്. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ അതിലോട്ട് ഒരു ഹാഫ് ലെമൺ അങ്ങോട്ട് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾ വിനാഗിരി ഇട്ടാലും മതി. അപ്പോൾ ഒരു 1/2 നാരങ്ങ ഞാൻ നന്നായിട്ട് ഇതിലോട്ട് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നല്ല വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അതെടുത്തൊരു 2 ടേബിൾ സ്പൂണ് ഈ മിക്സിലോട്ട് ഒഴിച്ചിട്ട് നമുക്കിത് നല്ല രീതിക്ക് കൈ കൊണ്ടൊന്ന് ഞരടി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ മുളക് പൊടി ഇടാത്തതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പെപ്പർ കൂട്ടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ മിക്സ് ചെയ്ത മസാലയ്ക്ക് നമ്മൾ മീനിട്ട് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് നമുക്കൊരു 30 മിനിറ്റ് എങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഒരു അരപ്പ് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ ഒരു സവാള, കുറച്ച് ചെറിയ ഉള്ളി, ഒരു 4-5 പച്ചമുളക്, ഒരു 1/2 മൂടി തക്കാളിയും കൂടി എടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു ബ്ലെൻഡറിലോട്ട് ഈ പച്ചമുളകും ഇതേപോലെ ചെറിയ ഉള്ളിയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പകുതി തക്കാളിയോളം ഇട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിക്ക് വരെ നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇങ്ങനത്തെ ബ്ലെൻഡർ ഇല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിൽ ഇട്ടിട്ടായാലും ഇത് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഞാൻ സ്റ്റൗ ചൂടാക്കി അതിലോട്ട് ഒരു പാന് വെക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഓരോ ഫിഷ് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഓരോന്ന് വെച്ച് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഫിഷ് പാനിലോട്ട് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് 3 മിനിറ്റ് എന്നുള്ള രീതിയിൽ ടോട്ടൽ 6 മിനിറ്റ് ഫിഷ് കുക്ക് ചെയ്താൽ തന്നെ നല്ല രീതിക്ക് ഫിഷ് കുക്കായി വരും. നമ്മളിങ്ങനെ റൗണ്ട് സ്ലൈസ് ചെയ്ത ഫിഷുകളൊക്കെ ആണെങ്കിൽ ഒരു 4 to 5 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് കുക്ക് ചെയ്ത് വരും. അപ്പോൾ ഇത് 2 സൈഡും ഒരുവിധം നല്ല ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സിംഗിൾ പോട്ട് റെസിപ്പിയാണ്. നമുക്ക് ഒരു പാനിൽ മാത്രം ഉണ്ടാക്കാവുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഫ്രൈ ചെയ്ത ഫിഷൊക്കെ വേറൊരു പാനിലോട്ട് മാറ്റിയിട്ട് ഞാനത് പാനിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതേ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കൂടുതൽ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഈ മസാല ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 3 to 4 മിനിറ്റ് വരെയെങ്കിലും ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്ത് ഈ ഓയിലും ഫിഷിൻ്റെ ആ ഒരു ഫ്ലേവറും ഒക്കെ മസാലയിൽ പിടിക്കുന്ന രീതിയിൽ നല്ല രീതിക്കൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 3 മിനിറ്റ് എങ്കിലും ഇത് കുക്ക് ചെയ്യാനുള്ള ടൈം കൊടുക്കുക. അപ്പം ഞാൻ ആ ജാറിൽ സെയിം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരുമ്പോൾ ഇതിന് അത്യാവശ്യം ഓയിൽ ഇറങ്ങി വരും. ഈ ഓയിൽ തെളിഞ്ഞ് വരുന്ന ടൈമിലാണ് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും പുതിയ റെസിപ്പീസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ പറയാവുന്നതാണ്. നമ്മൾ ഏത് ഡിഷാണെങ്കിലും നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് മൂത്ത് സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നത് നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഓൾറെഡി ഫിഷ് ഫ്രൈയിൽ ഉപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് അതിനനുസരിച്ച് മാത്രമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഇനി നിങ്ങൾ ഫിഷ് വാങ്ങുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീട്ടിൽ ഹസ്ബൻഡിനാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ വീട്ടമ്മമാർക്കും ഒക്കെ ട്രൈ ആവുന്നൊരു കിടിലൻ റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും എന്നാൽ നല്ല ടേസ്റ്റുമുള്ള, നമുക്ക് ഹോട്ടലുകളിലൊക്കെ പോയാൽ പോലും പെട്ടെന്ന് കിട്ടാത്ത ഒരു റെസിപ്പിയാണ് ഈ പൊരിച്ചമീൻ പാൽക്കറി എന്ന് പറയുന്നത്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഫിഷ് ഫ്രൈയും ചെയ്യണം, കറിയും വെക്കണം എന്നുള്ളൊരു പ്രശ്നമില്ല. കാരണം നമുക്ക് ഫിഷ് ഫ്രൈയുടെ ടേസ്റ്റും കിട്ടും, എന്നാൽ കറിയായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം. അതേപോലെ നല്ല പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ ഈ കറി കിടിലനായിരിക്കും. അപ്പോൾ മസാല നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം ഞാൻ അതിലോട്ട് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് 2ാം പാലാണ്. അതേപോലെ തന്നെ കുറച്ച് തിക്നെസ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ 1ാം പാലും ഒരു 1/4 കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ല രീതിക്കൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നന്നായിട്ട് കുറുക്കുന്നവരെ ഒരു 3 മിനിറ്റെങ്കിലും കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നുമൊക്കെ നമുക്ക് എണ്ണ തെളിഞ്ഞ് വരും. എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞ് ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഞാൻ മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ഫിഷിൻ്റെ ഒരു ഫ്രൈ ആയിരിക്കുന്ന അടക്കം ഒട്ടും കരിഞ്ഞിട്ടും ഇല്ല, നല്ല ബ്രൗൺ ഗോൾഡൻ കളറിൽ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഇട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി ഈ മസാലയും ഈ ഫിഷും കൂടെ ഒന്ന് ബ്ലെൻഡായി വന്നാൽ നമ്മുടെ പൊരിച്ച മീൻ പാൽക്കറി ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ നല്ല പാലപ്പത്തിൻ്റെ കൂടെയോ നല്ല ചൂട് പുട്ടിൻ്റെ കൂടെയോ ഒക്കെ കിടിലൻ കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ തന്നെ അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ സാധനങ്ങളുടെ ഒപ്പം അടിപൊളിയായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.